കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് മർദ്ദനത്തിൽ ജന്തർ മന്ദിറിൽ നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ആ വിദ്യാർത്ഥികളിൽ പലരും ആശുപത്രിയിലുമാണ്. എന്നാൽ ജന്തർ മന്ദിറിൽ തയ്യാറാക്കി വെച്ചൊരു പ്രത്യേകമായൊരു മെഡിക്കൽ ടീമുണ്ട്. അവരാണ് ഈ വിദ്യാർത്ഥികളെ ശുശ്രൂഷിക്കുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യുന്നതും. ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ ഒരു മെഡിക്കൽ സംവിധാനം തന്നെ നിലവിലുണ്ട്. അവിടെ നിരവധി മരുന്നുകളുണ്ട്. അതിന് ഡോക്ടർമാരുൾപ്പെടെ ഇവിടെ തയ്യാറാണ്. അവരാണ് ഈ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് വേണ്ട മരുന്നുകൾ നൽകുന്നതും അവരെ ശുശ്രൂഷിക്കുന്നതും. നമുക്ക് ഈ ഡോക്ടർമാരോട് തന്നെ ഇതിൻ്റെ വിവരങ്ങൾ ചോദിച്ചറിയാം. So it was a small camp that people from our community, from medical community, they set up, bringing medicines from on their own, and started distributing whatever they could. We bought whatever we could. Then later on, when people saw that we are doing this, they started donating here. If you stand here for 10 minutes, you'll find someone who comes here to donate whatever they can. And this is all how we are running this. People are donating their time, their money, medicines, and whatever stuff they can, they are donating it, and that's how we are running it. Huh? We came organically. There is no organization that is coordinating this or whatever. We walked into the protest. We found that people are giving this service, so we joined on our own, and that's how people are doing it. Whenever they get free, they come at the camp and donate their time. Right now it's enough. Whatever stuff we lack, we have a team. They coordinate with to people who want to donate, and then whatever stuff we get, we again donate. Yeah, yesterday we had a few Malayali doctors. They might be coming in the evening to നിരവധി ഡോക്ടർമാർ, മലയാളി ഡോക്ടർമാർ ഉൾപ്പെടെ ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. അവർ യാതൊരു പ്രതിഫലവും മോഹിച്ചല്ല ജോലി ചെയ്യുന്നത്. ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഉണ്ടാക്കി അതിൽ പ്രത്യേകമായ ഒരു ഏകോപനം ഉണ്ടാക്കിയിട്ടാണ് ഇവിടുത്തെ ഡോക്ടർമാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നത്. അത്തരത്തിൽ വലിയൊരു മെഡിക്കൽ കൗണ്ടറാണ് ഇവിടെ ജന്തർ മന്ദിറിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ ഇമ്രാൻ അൻസാരിയോടൊപ്പം ലാൽകുമാർ, മീഡിയ 1, ഡൽഹി.